ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു നാടൻ ഉണക്കച്ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ നന്നായി വൃത്തിയാക്കിയെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കഴുകിയെടുത്ത് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം പോകുന്നത് വരെ നന്നായി വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ കറിക്ക് വേണ്ടുന്ന 2 തക്കാളിയും നടുവേ കീറിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് തേങ്ങയാണ് എടുക്കേണ്ടത്. ഈ കാണുന്ന അളവിലാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം, കാരണം നന്നായി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടുന്ന മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഈ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇനി വീണ്ടും കറി തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഒരു നല്ല മെഴുകു പരുവത്തിലേക്ക് ഇത് അരച്ചെടുക്കാം. ശേഷം നമ്മൾ ഒരു നല്ല മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സി ജാറിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് അത് നന്നായി തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചട്ടി അടച്ച് വെച്ച് തിളപ്പിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കണം തിള വന്നോ ഇല്ല എന്നുള്ളത്. ആ സമയം തന്നെ നിങ്ങൾക്ക് ഒരല്പം ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എത്രയാണോ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ചട്ടി ഇങ്ങനെ കൈകൊണ്ട് വട്ടം കറക്കിയെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ലോണം വേണമെങ്കിൽ ഇതിനേക്കാളും ചേർത്ത് കൊടുക്കാം. വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായി തിള വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായി തിള വന്നതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചട്ടി ഒന്നുകൂടി വട്ടം കറക്കിയെടുത്ത് നന്നായി നമ്മളുടെ പൊടിയൊക്കെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും തിളച്ച് വരണം. ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്കിത് തിളപ്പിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കറി എന്നിട്ട് നന്നായി കുറുകി വരുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കുറച്ച് സമയം വച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റണത്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പുളിവെള്ളം എത്രയാണോ നിങ്ങൾക്ക് പുളി വേണ്ടത് അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം പുളിവെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടി വട്ടം കറക്കി എടുത്തോ ഇത് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം തന്നെ നമുക്കൊരു ചെറിയ ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാനാണ് കേട്ടോ. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്ത് 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഞാനൊരിത്തിരി മുളക് പൊടി കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അത് നമ്മളുടെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിന് ശേഷം നമ്മൾക്ക് കുറച്ച് കറി ഈ ചീനച്ചട്ടിയിലേക്ക് കോരിപ്പോർന്നൊഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കറിയിൽ. നല്ലൊരു ഫ്ലേവർ അതിൻ്റെ കൂടെ ആഡായ പോലെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിലാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.